അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫയൽ അപ്ലോഡ് എന്ന് പറയുന്നത്. ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സെർവറിലേക്ക്, നമ്മുടെ സെർവർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റാണ്, ആ ലോക്കൽ ഹോസ്റ്റിലേക്ക് എങ്ങനെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് അതിലൂടെ പഠിക്കുന്നത്. അതാണ് തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെയുള്ള എന്ത് ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിലും അതിന് നമ്മൾ ഫോം എന്ന് പറയുന്ന ഒരു ടാഗിനകത്താണ് ഡാറ്റ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിലും അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഫോമിനകത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയലിന് ഇടുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഇട്ടാൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയലിന് കൊടുക്കുക, അതിനൊരു നെയിം കൊടുക്കുക, ID കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചാണ് ID-യുടെ ഉപയോഗം എന്താണെന്നുള്ളത്. പക്ഷേ നെയിം മാൻഡേറ്ററി ആട്രിബ്യൂട്ടാണ്, അതെന്തായാലും കൊടുത്തിരിക്കണം, അത് കൊടുക്കുക. ഈ പാർട്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഫോം, ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമിന് ഇടയ്ക്ക് ഒരു ഫീൽഡായിട്ട് ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫോം കാണാം. ഇതാണ് ഇതിനകത്ത് ഞാൻ മേളിലൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫാണ് ഇവിടെ കാണുന്നത്. PHP സ്ക്രിപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ആൻ HTML ഫോം ടു അലൗ യൂസേഴ്സ് ടു അപ്ലോഡ് ഫയൽസ് ടു ദ സെർവർ. PHP സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് HTML-നകത്ത് PHP സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം സെർവറിലേക്ക്. Initially, the files are uploaded into a temporary directory and then relocated to the target destination by the PHP script. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മളിപ്പം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ബ്രൗസ്. അപ്പം ഞാൻ ഈ ഫയൽ സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫയലിൻ്റെ പേര് റൈറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നതാണ് സെലക്ട് ഇമേജ് ടു അപ്ലോഡ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ഇമേജ് ടു അപ്ലോഡ്. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയലിൽ നിന്ന് കൊടുത്തേക്കുന്ന വെച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ഈ ബ്രൗസ് ബട്ടണും അതിൻ്റെ സൈഡിലുള്ള ഈ ഫീൽഡും വരുന്നത്. ഇവിടെ നെയിം ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയലിന് മാത്രം കൊടുത്താൽ മതി. അത് ബ്രൗസറിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് അങ്ങനെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. ഇതിനിടയ്ക്ക് BR ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം സെയിം ലൈനിൽ തന്നെ കാണിക്കുന്നത്. ബ്രേക്ക് കൊടുത്താൽ അടുത്ത ലൈനിൽ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുക്കുന്ന ഫയല് അപ്പം അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇത് എൻ്റെ ഒരു ഹോം ഡെസ്ക്ടോപ്പ് ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ലോക്കൽ ഫോൾഡറാണ്, എൻ്റെ കമ്പ്യൂട്ടറിലുള്ളൊരു ഫോൾഡറാണ്. ഇത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഈ കേസിൽ സെർവറും എൻ്റെ മെഷീനിൽ തന്നെ ആയതുകൊണ്ട് അത് വേറൊരു ലൊക്കേഷനിലാണ് സെർവർ കിടക്കുന്നത്. സെർവർ കിടക്കുന്ന ലൊക്കേഷനാണ് ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന var www അപ്ലോഡ് var www എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ്. var/ഇല്ലേ വാറിനകത്ത് www-നകത്താണ് നമ്മുടെ സെർവർ. ഇതാണ് ലോക്കൽ ഹോസ്റ്റ് സെർവർ. ഇതിനകത്ത് HTML-നകത്ത് ഇടുന്ന കോഡൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്ലോഡെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് ഇവിടെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു ഫയൽ ഇവിടെ കിടക്കുന്നതാണ്, അത് ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം നേരത്തെ കാണിച്ച ഫോൾഡറിൽ നിന്ന്, അതായത് ഇതിൽ നിന്ന് ഒരു ഫയല് ഇവിടെ ബ്രൗസറിൽ കൂടെ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഫയൽ അപ്ലോഡ്. ഈ കേസ് രണ്ടും ഒരു സെർവറിലായതുകൊണ്ടാണ് അത് ഈ കമ്പ്യൂട്ടറിൽ തന്നെ രണ്ട് സ്ഥലത്തായിട്ട് കാണിക്കുന്നത്. ശരിക്കും എസെൻഷ്യലി നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് അത് അപ്ലോഡ് ആവും. ഈ കേസിൽ അത് സംഭവിക്കുന്നില്ല, കാരണം രണ്ടും ഒരു സിസ്റ്റത്തിൽ തന്നെയാണ്. അപ്പോൾ രണ്ട് ഫോൾഡറിലേക്ക് മാറണം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് NOC mtech1.pdf എന്ന് പറയുന്ന ഇത് NOC mtech1.pdf എന്ന് പറയുന്ന ഒരു PDF ഫയലാണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ ലൊക്കേഷനിൽ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 2 പേജ് വേണം. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത പേജിലേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ ഞാനിത് സെലക്ട് ചെയ്തു. അപ്പം ഫോം സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നടന്നു. ഈ ഫോമിന് എൻക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്ന് കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് നല്ലത്. ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യും. നമ്മൾ കൊടുക്കാതെ വേണം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റോ ഗെറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പേജിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോം ഡാറ്റ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഫോമിനകത്തായിരിക്കും ഇപ്പം നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ബയോഡാറ്റയൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോയുടെ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡായി പോകും. ആ പരിപാടിയാണ് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ അതിന് ഇത്രയും കൊടുത്താൽ മതി, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ. എന്നിട്ട് ഇനി നമ്മൾ ആക്ഷനിൽ കൊടുത്തേക്കുന്നത് 32_upload.php, അതായത് ഈ ഫോൾഡറിലേക്ക് പോകാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് സബ്മിറ്റ് ബട്ടൺ, ഈ ആക്ഷനിൽ എഴുതിയേക്കുന്നത് എന്താണ്, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഫയലിനകത്ത് കുറച്ച് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കോഡ് വളരെ കുറവാണ്. ഞാനതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തരാം. ടാർഗറ്റ് ഡയറക്ടറി എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, var www/uploads. ആ ഫോൾഡറിലേക്കാണ് എനിക്ക് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് എല്ലാം കോപ്പി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതാ ഈ ഫോൾഡറിൻ്റെ പാത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ആദ്യത്തെ var www/uploads കൊടുത്തേക്കുന്നത് അതാണ്. ഇനി ടാർഗറ്റ് ഫയൽ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വേരിയബിളാണ്. ഇതിനകത്ത് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാർട്ട്. ഇതിനകത്ത് വരുന്നത് നമ്മൾ പല ഗ്ലോബൽ വേരിയബിൾസ് പഠിച്ചു. പോസ്റ്റ് പഠിച്ചു, പോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ പഠിച്ചു, ഗെറ്റ് എന്ന് പറയുന്ന വേരിയബിൾ പഠിച്ചു. അതിലാണ് ഫോം ഡാറ്റയൊക്കെ വരുന്നത്. ഗെറ്റ് ആണെങ്കിൽ ഫോമിൻ്റെ മെത്തേഡ് ഗെറ്റ് ആണെങ്കിൽ ഗെറ്റിലും, മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റിലും പോസ്റ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളിലും ആയിരിക്കും അതിനകത്തുള്ള ഡാറ്റ വരുന്നത്. അതുപോലെ സെഷനും കുക്കിയും ഒക്കെ നമ്മൾ പഠിച്ചു. അതെല്ലാം ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. സെഷൻ എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ വേറൊരു ഗ്ലോബൽ വേരിയബിളാണ് ഫയൽസ്. നമ്മളുടെ ഫോമിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഫയൽ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോറായി വരുന്നത് ഫയൽ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിളിലായിരിക്കും. ഫയലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടു ഡയമെൻഷണൽ അറേയാണ്. 2 ഡയമെൻഷണൽ അറേയുടെ ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്ത പേരാണ്. ഇവിടെ നെയിം ഈക്വൽ ടു ഫയൽ ടു അപ്ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. നമ്മൾ പോസ്റ്റും ഗെറ്റും ആയിരുന്നപ്പോഴും നമ്മൾ ഈ നെയിം വെച്ചിട്ടാണ് ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേസിൽ അത് 2 ഡയമെൻഷണൽ അറേയാണ്. 2 ഡയമെൻഷണൽ അറേയുടെ ആദ്യത്തേത് അതിൻ്റെ പേരാണ് ഫയൽ ടു അപ്ലോഡ്. ഇവിടെ എന്ത് പേര് കൊടുക്കുന്നോ അതേ പേരിലായിരിക്കും ഇവിടെ ആക്സസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള 2 വേരിയബിൾസ് ഉണ്ടാവും. ഒന്ന് നെയിം എന്ന് പറയുന്നത്. നെയിം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഫയലിൻ്റെ പേര്, അതായത് ഇവിടെ വെച്ചിട്ട് ഞാൻ NOC_MTech_1.pdf എന്ന് സെലക്ട് ചെയ്തില്ലേ, ഇതായിരിക്കും ഈ നെയിം എന്ന് പറയുന്നത്. ഫയൽ ടു അപ്ലോഡിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ എല്ലാ ഡാറ്റയും ഉള്ളത്. അതിനകത്ത് നെയിം എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും നമ്മൾ കൊടുത്തേക്കുന്ന പേരുള്ള. അതുപോലെ നമ്മൾ ഇത് ഇവിടെ വായിച്ചു തന്നെ ഒരു ടെമ്പററി ഡയറക്ടറിയിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. സെർവറിൽ ഒരു ടെമ്പററി ഡയറക്ടറിയിലേക്ക് ആദ്യം അപ്ലോഡ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അത് കോപ്പി ചെയ്യണം. ആ ടെമ്പററി ഡയറക്ടറിയുടെ പേര് ഇതുപോലെ തന്നെ ഫയൽസ് എന്ന് പറയുന്ന അറേക്കകത്ത് ഫയൽ ടു അപ്ലോഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഡെക്സിൽ ഫയൽ ടു അപ്ലോഡ് എന്ന് പറയുന്ന റോയിൽ ടെമ്പ് നെയിം എന്ന് പറയുന്ന കോളത്തിൽ, നെയിം എന്ന് പറയുന്ന കോളത്തിൽ എന്താ ഉള്ളത്, ഇത് അസോസിയേറ്റീവ് അറേയാണ്. അസോസിയേറ്റീവ് അറേ ആയതുകൊണ്ട് 0, 1, 2, 3 നല്ല ഇൻഡെക്സ് കൊടുക്കുന്നത്, സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം കൊടുക്കുന്നത് റോയുടെ നമ്പറും രണ്ടാമത് കൊടുക്കുന്ന കോളത്തിൻ്റെ നമ്പറും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫയൽ ടു അപ്ലോഡ്. ഇപ്പോൾ ഇതിനകത്ത് ഈ കേസിൽ എന്താണ്, എനിക്ക് വേണമെങ്കിൽ ഫയൽ ടു അപ്ലോഡ് ഒരു 5-6 ഫയലിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ അതെല്ലാം റോയുടെ ഓരോരോ കോളത്തിലായിട്ടായിരിക്കും കൊടുക്കുക. അതായത് എൻ്റെ അറേയുടെ പേരാണ് ഫയൽസ് എന്നാണ്. ഫയൽസ് എന്നാണ് എൻ്റെ എന്താ പറയുന്നത് അറേയുടെ പേര്. 2 ഡയമെൻഷണൽ അറേയാണ്. ഫയൽസ് എന്നാണ് അറേയുടെ പേര്. 2 ഡയമെൻഷണൽ അറേയാണ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും അറേയുടെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും അറേ ഇരിക്കുക. അറേയുടെ ആദ്യത്തെ ഇൻഡെക്സിൻ്റെ പേരെന്താണ്, ആദ്യത്തെ ഇൻഡെക്സിൻ്റെ പേര് ഫയൽ ടു അപ്ലോഡ് എന്നാണ്. അതിനകത്ത് ഇവിടുത്തെ ലൊക്കേഷൻ്റെ പേര് നെയിം എന്നായിരിക്കും. ഇതിൻ്റെ പേര് ടെമ്പ് നെയിം എന്നായിരിക്കും. ഇനി ഞാൻ ഫയൽ ടു അപ്ലോഡ് ഇതുപോലെ തന്നെ വേറൊരു ഫയലും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ റെസ്യൂം മൈ റെസ്യൂം എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കും. മൈ റെസ്യൂം എന്നാണ് രണ്ടാമത്തേന് ഐ ഡി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ എവിടെയായിരിക്കും വരുന്നത്, ഈ മൈ റെസ്യൂം എന്ന് പറയുന്ന ഫയലിൻ്റെ ഡാറ്റ രണ്ടാമത്തെ കോളത്തിലായിരിക്കും വരിക. മൈ റെസ്യൂം ഇവിടെ വരും, അതിൻ്റെ പേര് ഇവിടെ കാണും,
അതിൻ്റെ ടെമ്പററി നെയിം, അതായത് സെർവറിൽ ഒരു ടെമ്പററി ലൊക്കേഷനിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഇവിടെ കാണും. ഇനി ഇങ്ങോട്ട് കുറേ ഡാറ്റകൾ വേറെയും കാണും, കാരണം ഫയലിൻ്റെ ഡാറ്റയൊക്കെ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ പറയുന്ന അറയിൽ ഈ റോയിലായിരിക്കും സ്റ്റോർ ചെയ്തത്. ഇങ്ങോട്ട് പലതും കാണും. നമുക്ക് റിലവൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 2 മാത്രം ഞാനിവിടെ കാണിച്ചെന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴും ഇനീഷ്യൽ കേസിൽ ഈ പേജ് ഒന്നുകൂടെ ഞാൻ ലോഡ് ചെയ്ത് കാണിക്കാം. 2 വന്നിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് PR ടാഗ് കൊടുക്കാം. ഇമേജ് എന്ന് കൊടുത്തേക്കുന്നത് മാത്രമല്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. സെലക്ട് ഫയൽ ടു അപ്ലോഡ് എന്ന് കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം, എന്ത് ഫയൽ വേണമെങ്കിലും ആവാം. ആദ്യത്തേത് ഇപ്പോൾ രണ്ടാമത്തേതിൽ ഒരു ഫയൽ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഡീഫോൾട്ടായിട്ട് നോ ഫയൽ സെലക്റ്റഡ് എന്ന് വരും. അപ്പോൾ രണ്ടാമത്തേത് ഞാൻ വേറൊന്നും സെലക്ട് ചെയ്യാൻ പോവാണ്. DT ലെറ്റർ ODT എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ അര എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് ചോദിച്ചാൽ NOC mdec_1.pdf എന്ന് പറയുന്നതായിരിക്കും ഇവിടെ പോകുന്നത്. NOC mdec1.pdf പേജ് കറക്റ്റ് ആയിരിക്കില്ല, അങ്ങനെയാണ് വരുന്നത്. അതാണ് ആദ്യത്തെ റോയിൽ ഇവിടെ ഉണ്ടാവുക. രണ്ടാമത്തെ ഇതായിട്ട് അത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആയിരിക്കും. അത് എന്താണെന്ന് ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. രണ്ടാമത്തെ ഈ അരയുടെ രണ്ടാമത്തെ റോയിൽ എന്തായിരിക്കും ഉള്ളത്? DT letter.odt DTE letter.odt എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ ആണ്. ബാക്കി ഫയലിനകത്തുള്ള ഡീറ്റെയിൽസ്, ആദ്യത്തെ ഫയലിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് കാണും, രണ്ടാമത്തെ ഫയലിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങോട്ട് ഈ റോയിൽ പല കോളമായിട്ട് കാണും. അപ്പോൾ ഞാൻ ഇവിടുന്ന് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡാറ്റ പോകുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, അറേ ആയിട്ടായിരിക്കും പോകുന്നത്. ആ അറേയാണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ആ അറേയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഫയൽസ് എന്ന് പറയുന്നത് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ വന്നിട്ട് ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഫയൽസിനകത്ത് ഫയൽ ടു അപ്ലോഡ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ നെയിം എന്ന് പറയുന്ന ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഏത് കിട്ടും? ഫയൽ ടു അപ്ലോഡിൽ നെയിം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ ഇത് അപ്ലോഡ് ചെയ്തപ്പം സെർവറിൽ ഒരു ടെമ്പററി ഫയലിലേക്കായിരിക്കും ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ ടെമ്പററി ഫയലിൻ്റെ പേര് ഇവിടെ കാണും. ആ ടെമ്പററി ഫയൽ ഇൻബിൽറ്റ് ആയിട്ട് അവിടെ തന്നെ ഉള്ളത് കൊണ്ട് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഈ പേജിനകത്ത് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കാണിക്കാം, അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് എങ്ങോട്ടാണോ അപ്പോൾ ഒരു ടെമ്പററി ഫയലായിരിക്കും കോപ്പി ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് വേണ്ടിയ ഫോൾഡറിലേക്ക് വേണ്ടിയ ഫയൽ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൾഡറിൻ്റെ പേര് ആദ്യം ടാർഗറ്റ് ഡയറക്ടറി എന്ന് പറയുന്നൊരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. ടാർഗറ്റ് ഫയൽ നെയിം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ അതേ പേര് തന്നെ സെർവർ എനിക്ക് സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഫയൽസിനകത്ത് ആ പേര് റീഡ് ചെയ്തെടുത്തു. അത് ടാർഗറ്റ് ഫയൽ നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഇൻപുട്ട് ഫയൽ നെയിം ഈസ് ടാർഗറ്റ് ഫയൽ നെയിം ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഫയൽ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ NOC mdec ഉണ്ടോ, NOC ഞാൻ രണ്ടാമത് ആ കൊടുത്ത ഫയൽ ഇവിടെ റീഡ് ചെയ്യാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യത്തേതിൻ്റെ മാത്രം വരുന്നത്. അപ്പോൾ അവിടുന്ന് കൊടുത്ത അതേ പേര് NOC mdec_1.pdf കിട്ടി ഇവിടെ. ഇനി ടാർഗറ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൾഡറിൻ്റെ പേരിൻ്റെ കൂടെ ഫയലിൻ്റെ പേര് അപ്ലോഡ് ചെയ്തു, അപ്പൻഡ് ചെയ്തു. ഈ ഡോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 2 സ്ട്രിങ് തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്ട്രിങ് ആണ്. അപ്പോൾ എന്ത് വരും? var/www/upload/ ഈ ഫയലിൻ്റെ പേര്, അതായത് NOC_1 എന്ന് പറയുന്ന ആ ഫയൽ വരും. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫയൽസ് കംപ്ലീറ്റ് പാത്തീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വേരിയബിൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഫയൽ കംപ്ലീറ്റ് പാത്തീസ് കണ്ടോ, var/www/uploads NOC mdec1.pdf, അതായത് ആ ഫയലിലേക്കാണ് ഞാൻ ടെമ്പററി ഫയലിനെ കോപ്പി ചെയ്യാൻ പോകുന്നത്. ഇനി ടെമ്പററി ഫയൽ എന്ന് പറയുന്നത് വരുന്നത് ഫയലിനകത്ത് ഫയൽ ടു അപ്ലോഡിനകത്ത് ടെമ്പററി നെയിം എന്ന് പറയുന്നതിലുണ്ട്. അത് ഞാൻ റീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ടെമ്പററി ഫയൽ നെയിം ഈസ് ടെമ്പററി ഫയൽ നെയിം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ടെമ്പററി ഫയൽ നെയിം ഈസ് ഇത് കണ്ടോ, ഇതാണ് ടെമ്പററി ഫയൽ നെയിം. അതായത് ഇവിടെയുള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതായിരിക്കും അവിടെ ഉണ്ടായിരുന്ന ഡാറ്റ.
ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഡാറ്റ. ഇതാണ് ടെമ്പററി ഫയലിൻ്റെ പേര്. ഇതാണ് ടെമ്പററി ഡയറക്ടറിയിൽ, സെർവറിൽ ടെമ്പററി ഡയറക്ടറിയിൽ അതിന് ഇഷ്ടമുള്ള ഒരു പേരിലായിരിക്കും ഇടുന്നത്. അടുത്ത തവണ അപ്ലോഡ് ചെയ്താൽ വേറെ പേരായിരിക്കും വരുന്നത്. ഓരോ തവണ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോ പേരാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പേര് എവിടെ കാണും? ഫയൽ ടു അപ്ലോഡിനകത്ത് ടെമ്പ് നെയിം എന്ന് പറയുന്നത്, അതായത് 01 അറേ ഓഫ് 01 എന്ന് പറയുന്ന പോലത്തെ പൊസിഷൻ. അതായത് ഇത് 01 ഇവിടെ ഇട്ടാൽ ഇവിടെ 0 ഇവിടെ 1 ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷന് നമ്മൾ സാധാരണ അറേ ആണെങ്കിൽ ഫയൽസ് ഓഫ് 00 എന്നാണ് പറയുന്നത്. ഇത് അസോസിയേറ്റീവ് അറേ ആയതുകൊണ്ട് ഫയൽ ടു അപ്ലോഡിനകത്ത് നെയിം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ 01-ന് പകരം ഫയൽ ടു അപ്ലോഡിനകത്ത് ടെമ്പററി നെയിം എന്ന് പറയുന്ന ഫോൾഡറിൽ. അത് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും, അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ഫയൽ കിട്ടി. ആ ഫയലിലാണ് അത് അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്നത്. അത് സെർവറാണ് തീരുമാനിക്കുന്നത് ഏത് ഫയൽ. അത് റാൻഡമായിട്ടൊരു പേര് ജനറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അപ്പം ഇതിങ്ങനെ പല ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും സ്ട്രിങ് ഒക്കെ വരും. അത് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് എന്താ വേണ്ടി? എനിക്ക് ഈ ഫയൽ ഇങ്ങനെ ഈ ടെമ്പററി ഫോൾഡറിൽ കിടന്നാൽ പോരാ, എനിക്കത് ഈ ഡയറക്ടറിയിലേക്ക് മാറ്റണം. അപ്പം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മൂവ് അപ്ലോഡഡ് ഫയൽ എന്ന് പറയുന്ന ഒരു PHP ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫയലിനെ ഇങ്ങോട്ട് മാറ്റുക. നിങ്ങൾ സാധാരണ കമാൻഡ് പ്രോമ്പിലൊക്കെ ചെയ്യുമ്പോൾ CP എന്ന് പറയുന്ന കമാൻഡ് ഇല്ലേ, കോപ്പി ആദ്യം എന്താണ് കൊടുക്കുന്നത്? സോഴ്സ്, രണ്ടാമത് ഡെസ്റ്റിനേഷൻ. അത് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. മൂവ് അപ്ലോഡഡ് ഫയൽ എന്ന് പറയുന്നത് CPക്ക് കറസ്പോണ്ടിങ് ആയിട്ട് CP എന്ന് പറയുന്ന കമാൻഡ്, അതായത് കമാൻഡ് പ്രോമ്പിൽ CP എന്ന് പറയുന്ന കമാൻഡ്, കോപ്പി ചെയ്യാനുള്ള കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് PHPയിലുള്ള കമാൻഡാണ്. അപ്പോൾ ടെമ്പററി ഫയൽ നെയിം, അതായത് സെർവർ കൊണ്ട് ഇട്ടേക്കുന്ന ടെമ്പററി ഫയൽ നെയിമിനെ ഞാൻ ടാർഗറ്റ് ഫയൽ നെയിമിലേക്ക്, ടാർഗറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ var/www/upload/ എൻ്റെ ഫയലിൻ്റെ പേര് .pdf എന്ന് പറയുന്നത് അങ്ങോട്ട് കോപ്പി ചെയ്തപ്പോഴത്തേക്കും അതവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു, കണ്ടോ, NOC MDEC1 അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തു കളയാണ്. ഇതിട്ടു പേജ് ഒന്നുകൂടെ ലോഡ് ചെയ്ത് വർക്കിംഗ് ഫ്ലോ കാണിക്കാം. ലോഡ് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. ഞാൻ പേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഫയൽ ഇപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. undertaking.docs എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്തു, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. undertaking.doc ഇത് ഇപ്പോൾ കണ്ട, ഇത് വേറൊരു പേരിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ഫയലിൽ നിന്ന് ഞാൻ ഈ undertaking.documentലേക്ക് കോപ്പി ചെയ്തു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അപ്ലോഡ്സിനകത്ത് ആ ഫോൾഡർ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫയൽ ഹാൻഡ്ലിങ്, ഫയൽ അപ്ലോഡ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു ഫോം ഡിസൈൻ ചെയ്യുക. ഫോമിനകത്ത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ കൊടുക്കുക, അതിന് പേര് ഇവിടെ കൊടുക്കുക. ആ പേരിൽ ഇവിടുത്തെ രണ്ടാമത് വരുമ്പോൾ 2 dimensional അറേ ആയിട്ട് വരും. അതിനകത്തുനിന്ന് നെയിം റീഡ് ചെയ്ത് അതേ പേര് തന്നെയാണ്. ഇതിപ്പം എനിക്ക് ഈ ഫാം നെയിം വേണ്ടെന്ന്, എനിക്ക് സെർവർ ഞാൻ വേറൊരു പേരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫയൽ എന്ന് പറയുന്ന വേരിയബിൾ ആക്സസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോഴത്തേക്കും വേറൊരു പേര് കൊടുക്കുകയാണ്. ഇപ്പം 23 എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ 23.pdf എന്ന് കൊടുക്കുകയാണെങ്കിൽ 23.pdf എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ എന്ത് പേരിലായിരിക്കും അവിടെ കിടക്കുന്നത്? 23.pdf എന്ന് പറയുന്ന പേരിലായിരിക്കും കിടക്കുന്നത്. അത് കാണിച്ചു തരാം. ബ്രൗസ് ചെയ്തു, DT_letter.odt എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. 23.pdf എന്ന് പറയുന്ന പേരിൽ അവിടെ വന്നിട്ടുണ്ടോ നോക്കാം. എന്താ 23.pdf എന്ന് പറയുന്ന പേരിൽ അവിടെ എത്തിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന സാധനം ആ ഫയലിൻ്റെ പേര്, അതായത് എനിക്കിപ്പോൾ ഞാൻ ഒറ്റപ്പാട് കൊടുത്ത എന്ത് പേര് വേണോ ആ സെർവർ വരുമ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കണം അതിവിടെ കൊടുക്കുക. ഞാൻ മുമ്പേ ഇങ്ങനെ കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അവിടുന്ന് അപ്ലോഡ് ചെയ്ത പേര് ഏതാണോ അതേ പേര് തന്നെ സെർവർ സേവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പം ഇതോടെ നമ്മൾ 3rd മൊഡ്യൂൾ തീർന്നു. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പം ഇതൊന്ന് ഈ പറ്റുന്ന അത്രയും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്രയും വീഡിയോസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. 3rd മൊഡ്യൂളിൽ ഡാറ്റാബേസും പിന്നെ കുറച്ച് തിയറി പാർട്ടുമാണ് വരുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സമയത്തൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഈ വീഡിയോകളെല്ലാം ചെയ്ത് തീർക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം.